ഹലോ, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സ്നാക്ക് എന്താ വെച്ചാൽ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കട്ട്ലേറ്റ് ആണ്. അപ്പം ചിക്കൻ കട്ട്ലേറ്റ് എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും അറിയാത്തവരായിട്ട് ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പം അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കണം, പിന്നെ അതിലേക്ക് വേണ്ടത് ചിക്കനാണ്. അങ്ങനെ ഞാൻ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. പിന്നെ ചിക്കനും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ വേവണം. ഞാൻ എൻ്റെ 5-6 വിസിലടിച്ചു, പക്ഷേ എന്നിട്ടും വേവ് പോരട്ടോ, എന്തോ കുക്കറിന് സംഭവിച്ചിട്ടുണ്ട്, അതാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് ഉടങ്ങി കിട്ടേണ്ടത്, അത് കുറച്ചും കൂടി വേവ് ആവേണ്ടിയിരുന്നു എന്ന് തോന്നി. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സവാള, ഇഞ്ചി, വെളുത്തുള്ളിയും ആണ്. അപ്പം ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്, അത് ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒരുമിച്ചിട്ട് ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പം ഈ രീതിയിൽ വേണം കിട്ടാനായിട്ട്. അപ്പം നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്. പിന്നെ ചിക്കനും അതുപോലെ ഒന്ന് ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. അങ്ങനെ പിന്നെ ഉരുളക്കിഴങ്ങൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ പിന്നീട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മളെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. പിന്നീട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാവേ. നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടാതെ ലേശം കറിവേപ്പിലയും കൂടി അതിലേക്ക് നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് പൊടികളും എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ എല്ലാതും വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തതുകൊണ്ട് അധികം എനിക്ക് ഉപ്പ് ആവശ്യം ഇല്ല. അപ്പോൾ ഞാൻ ലേശം ഒരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്നിച്ച് ഒരു ഇതാവാൻ വേണ്ടിയിട്ട് ലേശം ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങ് ഞാൻ പറഞ്ഞില്ല, ഞാൻ 5-6 വിസിൽ കുക്കറിൽ വേവിച്ചെടുത്തതാണ്. എന്നാലും കുറച്ചും കൂടി അതിനൊരു വേവ് വേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ടൊന്നും കൂടി ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇതെല്ലാം വെന്തതുകൊണ്ട് തന്നെ നല്ല അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നീട് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോഴിമുട്ടയാണ്. അപ്പം ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം, നമുക്ക് കലക്കി കൊടുക്കാം. പിന്നീട് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് പൊടിയാണ്. റസ്ക് പൊടി, ബ്രെഡ് പൊടി എന്തായാലും കുഴപ്പമില്ല, അത് വേണം. പിന്നെ ഞാനത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ സ്പെഷ്യൽ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ആറിയതിന് ശേഷം ഞാൻ ചെറിയ ബോളാക്കിയിട്ട് അതൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. എല്ലാം പരത്തി കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതൊന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ച കട്ട്ലേറ്റ് കലക്കിയ മുട്ടയിലൊന്ന് മുക്കിയിട്ട് നമ്മുടെ ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നന്നായിട്ട് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് നമുക്കിട്ട് പൊരിച്ചെടുക്കാം. അധികം വേവാനൊന്നും ഉണ്ടാവില്ല, നമ്മൾ എല്ലാതും വേവിച്ചതുകൊണ്ട് തന്നെ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് മറിച്ചും തിരിച്ചിട്ട് നല്ലൊരു ബ്രൗൺ ഷേപ്പായി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. വൈകുന്നേരത്തിനൊക്കെ പിള്ളേർക്കൊക്കെ കഴിക്കാൻ വളരെ നല്ല ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണ് ചിക്കൻ കട്ട്ലേറ്റ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ രീതിയിൽ. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് ഫീഡ്ബാക്കും അറിയിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക്